വിധേയപ്പെടണമെന്ന് അമേരിക്ക ഇറാനോട്, സൗകര്യമില്ലെന്ന് ഇറാൻ അമേരിക്കയോട്. പുതിയ വാക്ക് പോരുമായിട്ടാണ് അമേരിക്കയും ഇറാനും ഇന്നത്തെ പ്രഭാതത്തിൽ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പശ്ചിമേഷ്യയിലെ അവസ്ഥകൾ, ഇറാനും അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ എങ്ങനെയൊക്കെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പരിശോധന നടത്തുകയാണ് ഇന്നത്തെ വീഡിയോ. ഇറാൻ ഇന്ന് പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം തിരിച്ചടി വിനാശകരമാകും എന്നാണ്. നിങ്ങൾക്ക് താങ്ങാനോ നിയന്ത്രിക്കാനോ പ്രതിരോധിക്കാനോ സാധിക്കാത്ത വിധം തങ്ങൾ കയ്യേറ്റം ചെയ്യുക തന്നെ ചെയ്യും തങ്ങളുടെ രാജ്യത്തിന് നേരെ ആക്രമണം നടന്നാൽ. അത് ഇറാൻ ആവർത്തിച്ചു എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള വിഷയമാണ്. അമേരിക്കക്ക് അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. എയിലത്ത് തുറമുഖത്തോട് ചേർന്ന് അമേരിക്ക ഒരു പടുകൂറ്റൻ യുദ്ധക്കപ്പൽ കൂടി അയച്ചിട്ടുണ്ട്. എയിലത്ത് എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേലിലെ തുറമുഖമാണ്. ആ മേഖലയിൽ നങ്കൂരം ഇട്ടിരിക്കുന്നു എന്ന് പറയുന്നു, എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. രണ്ട് റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. 2 പതിറ്റാണ്ടിനിടെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക യുദ്ധക്കപ്പൽ അയക്കുന്നത് ഇതാദ്യമായിട്ടാണ്. വെനിസുലയേക്കാൾ കൂടുതൽ സന്നാഹങ്ങളും സംവിധാനങ്ങളും ഈ മേഖലയിൽ ഇപ്പോൾ നിലവിലുണ്ട് എന്ന് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ കരാറിന് തയ്യാറാവുകയാണെങ്കിൽ യുദ്ധം അവസാനിക്കും എന്ന് അതിൻ്റെ കൂടെ ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്തിരിക്കുന്നു. മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ ലോക സമക്ഷം സമർപ്പിക്കുന്നു എന്ന തരത്തിൽ അമേരിക്ക ലോകത്തോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട 3 നിർദ്ദേശങ്ങൾ, യഥാർത്ഥത്തിൽ 10 നിർദ്ദേശങ്ങളുണ്ട് അമേരിക്ക മുന്നോട്ട് വെക്കുന്നത്. അത് പാലിക്കപ്പെടുകയാണെങ്കിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പൂർണ്ണമായിരിക്കുന്ന വിരാമം ഉണ്ടാവും, തങ്ങൾ ആക്രമിക്കുകയില്ല എന്ന തരത്തിലാണ് അതിൻ്റെ ഒരു തുടർ നിലപാടുകളൊക്കെ അമേരിക്കയുടെ പ്രസിഡന്റ് ഭാഗത്ത് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായിരിക്കുന്ന നിർദ്ദേശങ്ങൾ 1, ആണവായുധ നിർമ്മാണം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുക. അതിന് ഏതെങ്കിലും ന്യായീകരണ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടോ വിശദീകരിച്ചുകൊണ്ടോ അത് തുടരാൻ വേണ്ടി പാടില്ല. എന്നാൽ സമ്പൂർണ്ണമായിരിക്കുന്ന വിരാമമാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സമ്പൂർണ്ണമായിരിക്കുന്ന വിരാമം ഉദ്ദേശിക്കുകയാണെങ്കിൽ പിന്നീട് അതൊരു കരാർ വ്യവസ്ഥയാകുന്ന സമയത്ത് അത് നിരീക്ഷിക്കാൻ വേണ്ടി IAEA അങ്ങോട്ട് പറഞ്ഞേക്കും. IAEA എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഏജന്റാണ്. അത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയാണെന്നൊക്കെ പറയാമെന്നല്ലാതെ ഏജൻസി ആയിട്ടാണ് അവർ പ്രവർത്തിക്കാറുള്ളത്. അപ്പോൾ അവരാവശ്യപ്പെടുന്ന അത്രയും മേഖലകളിൽ പരിശോധന നടത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് അനുവാദം നൽകണം. എന്ന് വെച്ചാൽ ഒരു ഭരണാധികാരിയുടെ താമസ സ്ഥലത്താണ് അവർക്ക് പരിശോധന നടത്താൻ വേണ്ടിയിട്ട് താല്പര്യമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയാണ് ഒരു അഭിപ്രായം പറയുന്നതെങ്കിൽ അതിനാര് സമ്മതിച്ചോളണം? ഇറാൻ സമ്മതിക്കണം. അതാണ് സമ്പൂർണ്ണമായിരിക്കുന്ന സ്വാതന്ത്ര്യം IAEAക്ക് നൽകണം എന്ന് തന്നെയാണ് അവർ ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത് എത്രത്തോളം ഇറാൻ അനുവദിക്കും എന്നുള്ളത് ആലോചിച്ചാൽ മതി. രണ്ടാമത്തത് ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണം ലഘൂകരിക്കണം എന്ന തരത്തിലാണ്. സാധാരണ ഇത് ഒരു രാജ്യത്ത് ആയുധം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ രാജ്യങ്ങളും നിർമ്മിക്കുന്നതാണ്. അവരുടെ അവസ്ഥയ്ക്കും സാഹചര്യത്തിനും സാമ്പത്തിക രീതികൾക്കും അനുസരിച്ചിട്ട് നിർമ്മാണ പ്രവർത്തികൾ അവരിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാ രാജ്യവും ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. പരമാവധി നിർമ്മിക്കപ്പെടാത്ത രാജ്യങ്ങൾ വളരെ കുറവാണ്. പ്രത്യേകിച്ച് അറേബ്യൻ മേഖലയിലൊക്കെയാണ് ആയുധങ്ങൾ നിർമ്മിക്കുന്ന പ്രവർത്തികൾ ചെയ്യാത്തത്. അവർക്ക് അമേരിക്കയിൽ നിന്ന് വിലക്ക് വാങ്ങുക, അല്ലെങ്കിൽ മറ്റ് ലോക രാജ്യങ്ങളിൽ നിന്ന് വിലക്ക് വാങ്ങുന്ന രീതിയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ബാലിസ്റ്റിക് മിസൈലിൻ്റെ തലവേദന ഭയങ്കരമായിട്ട് അനുഭവിച്ച രാജ്യമാണ് അമേരിക്ക. മാത്രവുമല്ല ഉക്രൈനും അങ്ങനെ തന്നെയാണ്. അത് റഷ്യക്ക് അനുകൂലമായിരിക്കുന്ന ഈ നിലപാട് ഇറാൻ എടുത്തതോടുകൂടി ബാലിസ്റ്റിക് മിസൈലിൻ്റെ ഒരു കൂമ്പാരം തന്നെ റഷ്യക്ക് നൽകിയിട്ടുണ്ട്. അത് നൽകിയത് വലിയ നിരാശയും പ്രയാസമൊക്കെ അമേരിക്ക അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നേരിട്ട് പറയാൻ വേണ്ടി സാധിക്കാത്തതിൽ ഒരു നയതന്ത്ര ബന്ധം ഇറാനും അമേരിക്കയും തമ്മിലില്ല എന്നതുകൊണ്ടാണ്. അപ്പോൾ അത് നിയന്ത്രിക്കുക എന്ന് പറയുന്ന സമയത്ത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കക്ക് നേരെ ഏറ്റവും കൂടുതൽ ഹൂത്തികൾ അയച്ചിരിക്കുന്ന മിസൈൽ എന്ന് പറയുന്ന ബാലിസ്റ്റിക് മിസൈലാണ്. അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഇറാൻ്റെതാണ്. അതെന്ത് ചെയ്യണം? അത് ലഘൂകരിക്കണം. അടുത്തതായിട്ട് പറയുന്നത് പ്രക്ഷോഭകാരികൾക്ക് വധശിക്ഷ അല്ലെങ്കിൽ നടപടി ഒഴിവാക്കണം. നടപടികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വധശിക്ഷയാണ് എന്ന റിപ്പോർട്ട് പുറത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ വധശിക്ഷ പ്ലസ് നടപടി എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എന്നതിനെ കുറച്ചുകൂടി വിശദീകരിച്ച് പറയുന്ന സമയത്ത് ഇങ്ങനെ കൂടി കൂട്ടി വായിക്കാം. വധശിക്ഷ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതിനപ്പുറം പിന്നീട് ജയിലിൽ കിടക്കുന്ന പ്രക്ഷോഭകാരികൾ വിട്ടയക്കണം എന്ന് അതിൽ പറയാതെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നടപടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല വധശിക്ഷ എന്ന് പറയുകയും പിന്നെ നടപടി എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ആ സമയത്ത് പ്രക്ഷോഭകാരികൾ ഇപ്പോൾ ഏകദേശം
ഈ 12,000 ആളുകൾ ഇപ്പോൾ ജയിലാണ് എന്ന് പുറത്ത് വന്ന റിപ്പോർട്ടുണ്ട്. ചില റിപ്പോർട്ടിനകത്ത് 50,000 അതിൽ കൂടുതലോ എന്ന് പറയുന്നു. ചിലതിൽ 1,00,000 മേലെ എന്ന് പറയുന്നുണ്ട്. അതൊരു ഔദ്യോഗികമായിരിക്കുന്ന ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് ഇറാന്റെ ഭാഗത്ത് നിന്ന് പുറത്ത് വന്നിട്ടില്ല. അത് ഇറാനാണ് ശരിക്കും പറയേണ്ടത്. ഇറാൻ പറയുന്ന സമയത്ത് അതിന് ഔദ്യോഗികത ഉണ്ടാവും. വളരെ കൃത്യമായിരിക്കുന്ന ഒരു എണ്ണൽ സംഖ്യ ഇറാൻ പറഞ്ഞിട്ടില്ല എന്നൊരു വിഷയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് ഒരു വിധേയപ്പെടുക എന്നുള്ള ഒരു രീതിയാണ് നിലനിൽക്കുന്നത്. വിധേയപ്പെടുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള കാര്യമാണ്. സമാധാന ആവശ്യത്തിനുള്ള ആണവായുധം എന്നത് തങ്ങളുടെ അവകാശമാണ്. അത് ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം ഒരു രാജ്യത്തിന്റെ അധികാര പരിധിയിൽ മറ്റൊരു രാജ്യം ഇടപെടുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ വേണ്ടി സാധിക്കാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് തന്നെ യഥാർത്ഥത്തിൽ ഇറാൻ പറയാതെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വ്യവസ്ഥ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? ഈ ഒരു കരാർ വ്യവസ്ഥ ഇറാനുമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ആണവായുധ കരാർ വ്യവസ്ഥയിൽ യഥാർത്ഥത്തിൽ അമേരിക്ക ഉണ്ടായിരുന്നു. പിന്നീട് അമേരിക്ക ഏകപക്ഷീയമായിട്ട് പിൻവലിച്ചതാണ്, ഇറാൻ പിൻവലിച്ചതല്ല. അത് മണ്ടത്തരമായി പോയി എന്ന് പിന്നീട് അമേരിക്ക തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. കാര്യം ആണവായുധ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന്, അമേരിക്ക, റഷ്യ, ചൈന പോലെയുള്ള രാജ്യങ്ങൾ നിലവിൽ ചില നീക്കുപോക്കുകളൊക്കെ പറയാറുണ്ട്, ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാറുണ്ട്. പിന്നീട് ഒരു വ്യവസ്ഥാ രൂപങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വട്ടമേശത്തിൽ ഇരുന്നു കൊണ്ട് ചർച്ച നടത്താറുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ അവർ എന്ത് ചെയ്തു? ഏകപക്ഷീയമായിട്ട് ട്രംപ് വന്നതോട് കൂടിയിട്ട് ഇതാണ് നല്ല അവസരം എന്ന് പറഞ്ഞിട്ട് പിൻവലിഞ്ഞതോട് കൂടിയിട്ട് പിന്നെ ഇറാൻ ഫ്രീ ആയി. ഇറാൻ കിട്ടിയ അവസരം എന്ത് ചെയ്തു? അത് വളരെ കൃത്യതയോടുകൂടി മുതലെടുത്തു. അവരെന്ത് ചെയ്തു? ആണവായുധത്തിൻ്റെ തോത് വർദ്ധിപ്പിച്ചു. ഏകദേശം ആണവായുധം നിർമ്മിക്കുന്നിടത്തേക്ക് 60% 90% വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് പ്ലൂട്ടോണിയം, യുറേനിയം ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചത് ഈ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയതോടുകൂടിയാണ്. അത് മണ്ടത്തരമായി പോയി എന്ന് പിന്നീട് അമേരിക്ക പറയുകയും ചെയ്തു. ഇനി പുതിയൊരു കരാർ വ്യവസ്ഥയാണ് ഉണ്ടാക്കുന്നത്. ആ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പൂർണ്ണമായിരിക്കുന്ന ഈ നിർമ്മിതി നിർത്തിവെക്കുക എന്നുള്ളതാണ്. അതിന് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: നിർമ്മിതി എന്ന് പറയുന്നത് സമാധാന ആവശ്യത്തിനാണ്, തങ്ങളുടെ അവകാശത്തിൽപ്പെട്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഇപ്പോഴും ഒഴിഞ്ഞു മാറിയിട്ടില്ല. കൃത്യമായ രീതിയിലുള്ള നടപടിക്ക് തന്നെ ഇറാൻ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അമേരിക്കക്കുള്ള പ്രയാസം എന്ന് പറഞ്ഞാൽ, യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ തിരിച്ചടികൾ എത്രത്തോളം ഉണ്ടാവും, എങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കുക എന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രൂപത്തിലെത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ എന്ത് വരുന്നത്? യുദ്ധം ചെയ്യാൻ അവർക്ക് പേടിയുണ്ട്, തിരിച്ചടി ഭയപ്പെട്ടുകൊണ്ട്. ഇറാനെ കുറിച്ച് കൃത്യമായ രീതിയിൽ സായുധപരമായിരിക്കുന്ന സംഭവത്തെക്കുറിച്ച് ഒരു രൂപം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ്. പിന്നെ അതിനിടയിൽ തന്നെ ഇപ്പോൾ പറയുന്നത് തുർക്കി മധ്യസ്ഥതയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ റഷ്യ നിലവിലെ സാഹചര്യത്തിൽ തന്നെ അമേരിക്കക്കും ഇറാനും ഇടയിൽ മധ്യസ്ഥരാവാൻ വേണ്ടി തയ്യാറാണ് എന്ന കാര്യം അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം അമേരിക്ക ഉൾക്കൊള്ളും എന്നുള്ളത് പ്രാധാന്യമുള്ള വിഷയമാണ്. അവർ ഔദ്യോഗികമായിരിക്കുന്ന മറുപടികളൊന്നും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. സൗദി അറേബ്യയും ഖത്തർ, UAE, ഒമാൻ രാജ്യങ്ങൾ, അതായത് മിഡിൽ ഈസ്റ്റിലെ പ്രധാനമായിരിക്കുന്ന രാജ്യങ്ങളെല്ലാം ഈ വിഷയത്തിൽ വലിയ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അതായത് മധ്യസ്ഥർക്ക് വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അമേരിക്കയുമായിട്ട് പല ഘട്ടത്തിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതിൻ്റെ രൂപങ്ങൾ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങൾ അവർ പറഞ്ഞിട്ടില്ല, അമേരിക്കയും പറഞ്ഞിട്ടില്ല. ഇറാനിൻ്റെ ഭാഗത്തുനിന്നും അങ്ങനെ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് കൂട്ടി വായിക്കാൻ വേണ്ടി സാധിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, ഭയപ്പാടുള്ളത് മിഡിൽ ഈസ്റ്റിലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ രാജ്യങ്ങളിലെല്ലാം സൗദി അല്ലാത്ത, അത് ഖത്തർ, UAE, ഒമാൻ, ഈ 4 രാജ്യങ്ങളാണ് ഇപ്പോൾ ഇതിൽ മധ്യസ്ഥയായിട്ട് ശ്രമിക്കുന്നത്. അതിലൊന്ന് സൗദിയാണ്. സൗദിയിൽ അമേരിക്ക എയർബേസ് ഇല്ല, പക്ഷേ ഖത്തറിലുണ്ട്, UAEയിലുണ്ട്, ഒമാനിലുണ്ട്, പിന്നെ ബഹ്റൈനിലാണുള്ളത്. ബഹ്റൈൻ മധ്യസ്ഥതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇതിൽ വന്നിട്ടില്ല. ഒമാനിലും ഇല്ല, സൗദിയിലും ഇല്ല, ഒമാനും ഇല്ല. ഖത്തറിലും UAEയിലും അമേരിക്കക്ക് എയർബേസ് ഉണ്ട്. പിന്നുള്ളത് UAE ആണ്. UAE നമ്മൾ പറഞ്ഞു. പിന്നുള്ളത് കുവൈറ്റാണ്. കുവൈറ്റും ബഹ്റൈനുമാണ്. അപ്പോൾ കുവൈറ്റും ബഹ്റൈനും മധ്യസ്ഥതയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ കാണുന്നില്ല. ഈ 4 രാജ്യങ്ങളാണ്. അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിലെ സാരമായിട്ട് ബാധിക്കുമെന്ന കാര്യത്തിൽ ഇവർക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ഏത് തരത്തിലാണ് ആക്രമിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു രൂപവും ഒരു ഐഡിയയും ഇപ്പോൾ അമേരിക്കയ്ക്ക് ഇല്ല എന്നുള്ളതാണ് അവരെ നിരാശരാക്കുന്നത്, അവരെ പ്രയാസത്തിലാക്കുന്നത്. അപ്പോൾ യുദ്ധം
പൊട്ടാത്ത രീതിയിൽ അല്ലെ ആക്രമിക്കാത്ത രീതിയിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്രമണ രീതികൾ ഇല്ലാത്ത രീതിയിൽ ഈ പ്രശ്നം തീർക്കണം എന്ന് വലിയ താല്പര്യം അമേരിക്കയുടെ പക്ഷത്തുണ്ട്. എന്നാൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു സ്ഥിതി വന്നാൽ അത് ഭാവിയിൽ അമേരിക്കയെ ബാധിക്കും എന്നൊരു പ്രയാസമുണ്ട്. അങ്ങനെ കടലും ചെകുത്താനും ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജീവിച്ചു പോകുന്നത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.